ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഓരോ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫോർ ലൂപ്പ് വെച്ച് തന്നെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക? 2 into 1 2, ശരിയല്ലേ? അപ്പൊ 2ന്റെ കൂടെ ഓരോ നമ്പർ പ്രിന്റ് ചെയ്യും. അതായത് ഇപ്പൊ ആദ്യത്തെ 10 നമ്പറാണ് വേണമെങ്കിൽ 2ന്റെ കൂടെ ആദ്യം 1, പിന്നെ 2ന്റെ കൂടെ 2, അങ്ങനെ 1 തൊട്ട് 10 വരെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ ആദ്യം നമ്മുടെ ഈ ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് 2 കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഓരോന്ന് കൂടി വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ ഇവിടെ കൊടുക്കുക, ഇൻഡ് നം ഈക്വൽ ടു 2. അപ്പൊ അതിന്റെ 2 എന്ന് പറഞ്ഞ നമ്പർ നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട്. ഇനി എന്താണ്? 2ന്റെ കൂടെ ഓരോ സമയത്തും 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കും. ഓക്കെ, 4 ഇൻറ്റ് ആദ്യം എത്രയാണ് ഐയുടെ വാല്യൂ? 1 തൊട്ടല്ലേ വേണ്ടത്? 1 തൊട്ട് എവിടെ വരെ വേണം? എനിക്ക് 10 നമ്പർ, അതായത് ആദ്യത്തെ 10 എണ്ണത്തിന്റെ മതി. അപ്പൊ നിങ്ങൾക്ക് 15 വേണമെങ്കിൽ 15 വരെ നിങ്ങൾ കൊടുക്കണം. അപ്പൊ എനിക്ക് 10 മതി. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തു. ലെസ് ദാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ 9 വരെ എടുക്കും. അപ്പൊ 10 കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൂടെ കൊടുക്കണം. I പ്ലസ് പ്ലസ് ഐ ഓരോന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്താൽ പോരെ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊടുക്കുകയാണ് സിസ് ഔട്ട്. ഇനി എന്താണ്? ആദ്യം എന്താണ്? 2 into 1 ആയിരിക്കണം അല്ലെ ആദ്യം പ്രിന്റ് ആവേണ്ടത്. അപ്പൊ 2 എന്ന് പറഞ്ഞ വാല്യൂ ഏതിനകത്തുണ്ട്? നമ്മിനകത്തുണ്ട്. നം ഇൻറ്റു ഐ കൊടുത്തു. അപ്പൊ ഇപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. അപ്പൊ എന്ത് പറ്റും? ലൂപ്പിനകത്തോട്ട് കയറും. നം ഇൻറ്റു ഐ. അപ്പൊ എത്രയാണ്? 2 into 1 എന്ന് പറയുന്നത് ഇവിടെ 2 പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും, 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. വീണ്ടും നം ഇൻറ്റു ഐ. അപ്പൊ എത്രയാണ്? 2 ഇൻറ്റു ഇപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്? 2. 2 into 2 എന്ന് പറയുമ്പോൾ 4 ആയി. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി 3 ആവും അല്ലെ? അപ്പൊ ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 3. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. അപ്പൊ എന്ത് പറ്റും? 2 into 3 വരും. അങ്ങനെ 6 വരും. ഇതിങ്ങനെ പോകും. മനസ്സിലായല്ലോ? ഇനി ഈ കണ്ടീഷൻ തെറ്റുമ്പോൾ, അതായത് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലാതാവുമ്പോൾ, ആ കണ്ടീഷൻ വരുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. മനസ്സിലായല്ലോ? ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ റൺ ചെയ്തപ്പോൾ ആദ്യത്തെ 10 നമ്പർ 2, 4, 6, 8, 10, 20 വരെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 15 വരെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 15 കൊടുക്കുക. മനസ്സിലായല്ലോ? നമുക്കിത് റൺ ചെയ്യാം. ഇതാ, അപ്പോ 30 വരെ പ്രിന്റ് ആയി ആദ്യത്തെ 15. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണ്ട, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിനു മുമ്പേ ഇങ്ങനെ നം ഇൻറ്റു ഐ എന്ന് കൊടുത്തത് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഇതിനകത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. ഇൻറ്റ് പ്രോഡക്റ്റ് ആണല്ലോ, ഈക്വൽ ടു നം ഇൻറ്റു ഐ. ഓക്കെ, അതായത് ഈ പ്രോഡക്റ്റ് ഒരു നമ്പറിനകത്തോട്ട് സേവ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്താൽ മതി. ഇങ്ങനെ സിസ് ഔട്ടിനകത്ത് കൊടുക്കുന്നത് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ നമുക്ക് ഏതിന്റെ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. അപ്പൊ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ ഇവിടെ 3 എന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 10 മതിയെങ്കിൽ ഇവിടെ ഞാൻ 10 തന്നെ കൊടുക്കുകയാണ്. നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വന്നു. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ വേണ്ട, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫോർമാറ്റിൽ തന്നെ, അതായത് ഇങ്ങനെ പ്രോഡക്റ്റ് പ്രിന്റ് ചെയ്യാതെ 1 into 2 ഈക്വൽ ടു 2, 2 into 2 ഈക്വൽ ടു 4, അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് കളയാണ്. ഇപ്പോ ഇവിടെ ഞാനിപ്പോ 3 മാറ്റി കൊടുത്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ, അതായത് 3 into 1 ഈക്വൽ ടു എത്രയാണോ ആ പ്രോഡക്റ്റ് അങ്ങനെ വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3 എന്ന് പറഞ്ഞ വാല്യൂ ഏതിനകത്താണോ ഉള്ളത്? നമ്മിൽ, ശരിയല്ലേ? നമ്മിനകത്താണ്. ഇനി എന്താണ്? 3 പ്രിന്റ് ചെയ്തതിന് ശേഷം ആദ്യം എത്രയാണ് വരേണ്ടത്? ഇൻറ്റു 1 എന്നല്ലേ? അപ്പൊ അതിന് മുന്നേ ഇൻറ്റു വരണം അല്ലെ? അപ്പൊ ഇപ്പോ 3 ഇൻറ്റു പ്രിന്റ് ആയി. ഇനി എന്താണ്? 3 ഇൻറ്റു 1 എന്നുള്ളത് പ്രിന്റ് ആവണം. 1 എന്നുള്ള വാല്യൂ ഏതിലാണ്? ഐയില്. ഐ കൊടുത്തു. ഓക്കെ, ഇനി എന്താ പ്രിന്റ് ആവേണ്ടത്? ഈക്വൽ ടു, ശരിയല്ലേ? അപ്പൊ ഈക്വൽ ടു കൊടുത്തു. ഇനി പ്ലസ് ഇട്ടിട്ട് ഈക്വൽ ടു എത്രയാണോ അതിന്റെ പ്രോഡക്റ്റ് അത് പ്രിന്റ് ആവണം. മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 1 ഈക്വൽ ടു എത്രയാണ്? 3 എന്ന് വരും. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത എത്രയാണ്? നമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. അടുത്ത ലൂപ്പ് വരുമ്പോൾ 3 into 2 വരും. അപ്പൊ 6 വരും. അങ്ങനെ പ്രിന്റ് ആവും. നമുക്ക് നോക്കാം. ഇതാ 3 into 1, 3 into 2, 3 into 3, 3 into 4, 3 into 5, അങ്ങനെ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫോർമാറ്റിൽ തന്നെ വന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഇടയ്ക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സിസ് ഔട്ടിന്റെ ഇടയ്ക്ക് സ്പേസ് കൊടുത്താൽ മതി, കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ?
ഈ ലൂപ്പിനകത്ത് തന്നെ ഈ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കണ്ട, ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് യൂസറുടെ കയ്യിൽ നിന്ന് വേണേൽ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ സിസ് ഔട്ടിനകത്ത് എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഇനി അത് മേടിക്കുന്നത് എങ്ങനെയാണ്? സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലെ. ഈക്വൽ ടു ന്യൂ സ്കാനർ system.in കൊടുത്തു. ഇനി നമ്മുടെ പഴയ നം വേരിയബിളിനകത്തോട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് എന്തായാലും വാങ്ങിക്കുന്ന ഇൻറ്റിജർ ആണല്ലോ, അപ്പൊ നെക്സ്റ്റ് ഇൻറ്റ് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വേണ്ടതെന്ന് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ നമ്പർ, അപ്പൊ എനിക്ക് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വേണ്ടത്, അപ്പൊ ഞാൻ 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 10 × 1 10 അങ്ങനെ കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ലിമിറ്റ് നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലൂപ്പിനകത്ത് ലിമിറ്റ് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ 15 വരെ വേണമെങ്കിൽ 15 എന്ന് കൊടുത്താൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.